നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് സെഷനിലെ ഡേ 3ലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മൂന്നാം ദിവസമായ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിലെ ഏറ്റവും മർമ്മപ്രധാനമായ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് എന്നീ 3 ടെൻസുകളാണ് നമ്മൾ ഈ സെഷനിൽ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് പ്രസന്റ് സിമ്പിൾ, അതായത് സിമ്പിൾ പ്രസന്റ് എന്ന് നമ്മൾ വിളിക്കുന്ന പ്രസന്റ് സിമ്പിൾ ടെൻസ് എന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നത് മോസ്റ്റ് ബേസിക്കും അതുപോലെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ടെൻസാണ് പ്രസന്റ് സിമ്പിൾ ടെൻസ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ഉപയോഗം എന്നാണ് കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ശീലങ്ങൾ പറയാൻ വേണ്ടി, ഇപ്പം ഞാൻ ചായ കുടിക്കാറുണ്ട്, അവൾ കത്ത് എഴുതാറുണ്ട്, ഇതൊക്കെ ശീലങ്ങളാണ്. അങ്ങനത്തെ ശീലങ്ങൾ, ദിനചര്യകൾ, അതുപോലെ പൊതുവായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, പൊതുവായിട്ടുള്ള ട്രൂത്തുകൾ ഉണ്ടാവും. ഇപ്പോൾ ഭൂമിക്ക് ചുറ്റും സൂര്യൻ കറങ്ങുന്നു, അങ്ങനത്തെ ഒക്കെ പറയുമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ സ്റ്റേറ്റുകൾ പറയാൻ വേണ്ടിയിട്ട്, അവസ്ഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുപോലെ എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകൾ, ഇവൻറ്റുകൾ, സമീപ ഭാവിയിൽ തന്നെ നമ്മൾ എന്തെങ്കിലും നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, നമ്മുടെ ചിന്തകൾ പറയാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ടെൻസാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് നമുക്ക് പറയാനുള്ളത്. പോസിറ്റീവ് സെൻറ്റൻസ് സ്ട്രക്ചറാണ് ആദ്യം പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് ബേസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. ഈ ബേസ് വെർബിൽ തന്നെ എസ് ഇഎസ് ഒക്കെ കൂട്ടി കൊടുക്കും. അത് സിംഗുലർ ആണെങ്കിൽ എസ് കൊടുക്കും, പ്ലൂറൽ ആണെങ്കിൽ എസ് ഇല്ലാതെയും കൊടുക്കും, ബേസോട് കൂടെ കൊടുക്കും. ഉദാഹരണത്തിന് ഷീ പ്ലേസ് ടെന്നീസ്, അവൾ ടെന്നീസ് കളിക്കുന്നു, അല്ലെങ്കിൽ കളിക്കാറുണ്ട്, അവൾ ചായ കുടിക്കുന്നു, അല്ലെങ്കിൽ അവൾ ചായ കുടിക്കാറുണ്ട്, എങ്ങനെ ഈ രീതിയിലുള്ള അർത്ഥമാണ് ഇതിന് വരിക. ഇനി അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് ഡു പ്ലസ് ഡസ് നോട്ട്. അങ്ങനെ നെഗറ്റീവ് ആകുമ്പോൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. ഡു വരുന്നത് പ്ലൂറലിൻ്റെ ഒപ്പമാണ്, ഡസ് വരുന്നത് സിംഗുലറിൻ്റെ ഒപ്പമാണ്. അത് മനസ്സിലാക്കണം. ഐ യു ദേ വി ഈ 4നാണ് ഒരു പ്ലൂറലായിട്ട് കണക്കാക്കപ്പെടുന്നത്. ബാക്കിയുള്ളത് സിംഗുലർ ആയിരിക്കും. ഡസ് അതാണ് സിംഗുലറിന്, ഡു പ്ലൂറലിന്. ഉദാഹരണത്തിന് ഹി ഡസ് നോട്ട് ലൈക്ക് കോഫി, അവൻ കോഫി ഇഷ്ടപ്പെടാറില്ല, അല്ലെങ്കിൽ അവൻ കോഫി ഇഷ്ടപ്പെടുന്നില്ല, ഇങ്ങനെയൊക്കെ അർത്ഥം പറയാം. അതുപോലെ ഷീ ഡസ് നോട്ട് പ്ലേ ടെന്നീസ്, അവൾ ടെന്നീസ് കളിക്കാറില്ല. ഇനിയിപ്പോൾ അത് പ്ലൂറലാണെങ്കിലോ ഐ എന്നുള്ളതാണ് വരുന്നതെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് കോഫി, അങ്ങനെയാണ് വരിക. നമ്മളതിൻ്റെ ഉദാഹരണങ്ങൾ വിശദമായിട്ട് വേറെ പറയുന്നുണ്ട്. ഇനി ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ചോദ്യ രൂപത്തിലുള്ള സെൻറ്റൻസ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക? ആദ്യം ഡു അല്ലെങ്കിൽ ഡസ് കൊടുക്കുന്നു, പിന്നെ സബ്ജക്റ്റ് കൊടുക്കുന്നു, പിന്നെ ബേസ് വെർബ് കൊടുക്കുന്നു, പിന്നീട് ഒബ്ജക്റ്റ് കൊടുക്കുന്നു. ഉദാഹരണമാണ് ഡു യു ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ, നീ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ? അവൻ ഒരു പെൺകുട്ടിയെ പറ്റിയാണ് പറയുന്നതെങ്കിലോ ഡസ് ഷീ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ, അവൾ എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടോ? അപ്പോൾ ഡസ് സിംഗുലറിന്, ഡു പ്ലൂറലിന്. അത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അതാണ് സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. വളരെ ഈസി ആയിട്ട് ഇതിലൂടെ മനസ്സിലാക്കാം. ഉദാഹരണം നമുക്ക് കൂടുതലായിട്ട് അടുത്ത് തന്നെ പഠിക്കാം. സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ ഉപയോഗങ്ങൾ, അതിൻ്റെ യൂസേജ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ആദ്യം ഹാബിറ്റ്സ് ഓർ റൊട്ടീൻസ്, ശീലങ്ങൾ അല്ലെങ്കിൽ ദിന പരിപാടികളൊക്കെ, ചര്യകളൊക്കെ. ഉദാഹരണത്തിന് ആക്ഷൻസ് ദാറ്റ് ഹാപ്പൻ റെഗുലർലി ഓർ റിപ്പീറ്റഡ്ലി, നിരന്തരമായിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റായിട്ട്, തുടർച്ചയായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഉദാഹരണത്തിന് ഐ ബ്രഷ് മൈ ടീത്ത് ട്വൈസ് എ ഡേ, ഞാൻ എൻ്റെ പല്ല് ഒരു ദിവസം 2 പ്രാവശ്യം തേക്കാറുണ്ട്. ഇത് സ്ഥിരമായിട്ട് ചെയ്യണം. ഇങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാൻ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. കുറേ ഉദാഹരണങ്ങൾ നിങ്ങൾക്കത് ഈ സ്ട്രക്ചർ വെച്ചുകൊണ്ട് എഴുതാം. നമുക്കിതിൻ്റെ ബേസിക്കൽ അർത്ഥം വരുന്നത് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അതിന് നമുക്ക് കളിക്കാറുണ്ട്, കളിക്കുന്നു, തിന്നാറുണ്ട്, തിന്നുന്നു, എഴുതാറുണ്ട്, എഴുതുന്നു, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം കൊടുക്കാം ഓരോ ഉദാഹരണത്തിനനുസരിച്ചും. അതുപോലെ ജനറൽ ട്രൂത്ത്സ് ഓർ ഫാക്ട്സ്, പൊതുവായിട്ടുള്ള സത്യങ്ങൾ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളൊക്കെ. സയൻറ്റിഫിക്കലി അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. ഉദാഹരണമാണ് ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, സൂര്യൻ ഈസ്റ്റിൽ ഉദിക്കുന്നു, കിഴക്കുദിക്കുന്നു. അതൊരിക്കലും പടിഞ്ഞാറുന്നല്ലല്ലോ ഉദിക്കുന്നത്. അപ്പോൾ സയൻറ്റിഫിക്കലി പ്രൂവണാണ്. അങ്ങനത്തെ പൊതുവായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പറയാം. അതുപോലെ പെർമനൻറ്റ് സിറ്റുവേഷൻസ്, സ്ഥിരമായിട്ടുള്ള സാഹചര്യങ്ങൾ.
മാറാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ. ഉദാഹരണത്തിന് ഷീ വർക്ക്സ് അറ്റ് എ ഹോസ്പിറ്റൽ. അവൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വർക്ക് മാറാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ അവൻ രാത്രിയിൽ ഉറങ്ങുന്നു. അത് രാത്രി ഉറങ്ങാതിരിക്കാറില്ല. അങ്ങനത്തെ കാര്യങ്ങൾ. ഇനി ഫീലിങ്സ്, ഒപ്പീനിയൻസ് ആൻഡ് സ്റ്റേറ്റ്സ്. എന്തെങ്കിലും ഫീലിങ്സോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും അവസ്ഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഐ ലവ് ചോക്ലേറ്റ്. ഞാൻ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നു. അതൊരു ഇമോഷനാണ്. അങ്ങനത്തെ ഇമോഷൻസോ ചിന്തകളോ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഓഫ് ബീയിങ് അങ്ങനത്തെ എന്തെങ്കിലും അവസ്ഥകളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഷെഡ്യൂൾഡ് ഈവൻസ്, തീരുമാനിച്ചുറപ്പിച്ച് വെച്ച കാര്യങ്ങൾ, സമീപ ഭാവിയിൽ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ. ഉദാഹരണത്തിന് ട്രെയിൻ ലീവ്സ് അറ്റ് 6 PM. ട്രെയിൻ 6 മണിക്ക്, വൈകുന്നേരം 6 മണിക്ക് സ്ഥലം വിടുന്നു, പോകുന്നു. ഇതൊരു ഫിക്സ്ഡ് ആണ്, നേരത്തെ തീരുമാനിച്ചാണ് ട്രെയിൻ അങ്ങനെ പോകണമെന്ന്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഡിറക്ഷൻസ്, നിർദ്ദേശങ്ങളും അതുപോലെ ഡിറക്ഷൻസ്, എന്തെങ്കിലുമൊക്കെ ഡയറക്ഷൻ കൊടുക്കുന്നത്. ഉദാഹരണത്തിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്കൊക്കെ ഇത് പറയും. ഫസ്റ്റ് യു മിക്സ് ദി ഇൻഗ്രീഡിയൻസ്. ആദ്യം നീ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യണം. ഇതൊക്കെ എന്തിലാണ് പറയുക? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം മാറില്ല. അവിടെ നീ ചെയ്യുക, നീ ചെയ്യുന്നു എന്നൊക്കെയുള്ള അർത്ഥം, ആ രൂപത്തിലാണ് ഇൻസ്ട്രക്ഷൻസിൻ്റെ അർത്ഥം വരിക. സംഭവം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഉപയോഗങ്ങളിൽപ്പെട്ട് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ പല ടെൻസും പല ഭാഗത്തും ഉപയോഗിക്കും. നമ്മളിവിടെ സിംഗുലർ ഉപയോഗിക്കുമ്പോൾ എസ് അല്ലെങ്കിൽ ES ചേർക്കേണ്ട കാര്യം പറഞ്ഞു. അത് ഈ എസ് എവിടെയാണ് ചേർക്കുക, അല്ല ES എവിടെയാണ് ചേർക്കുക, ഇതൊക്കെ ഒന്ന് കൃത്യമായി മനസ്സിലാക്കണം. സാധാരണ നിലയിൽ എല്ലാ സെൻറ്റൻസുകൾക്കും എല്ലാ വെർബുകൾക്കും ഉപയോഗിക്കുന്നത് എസ് ആയിരിക്കും. ഉദാഹരണത്തിന് ഹീ പ്ലേസ്, ഷീ ഈറ്റ്സ് അങ്ങനെയൊക്കെ പറയാം. അതിനൊക്കെ എസ് ഉപയോഗിക്കാം. പിന്നെ SH, CH, XO ഇതിലൊക്കെ അവസാനിക്കുന്ന വെർബുകൾക്ക് ES ആണ് ഉപയോഗിക്കുക. ഷീ വാച്ച്സ്, ഹി ഗോസ് ഇങ്ങനത്തൊക്കെ. അതുപോലെ ഒരു കോൺസണന്റ്, അതുപോലെ വൈ, ഇതിൽ രണ്ടിലും കൂടി അവസാനിക്കുന്നത് കോൺസണന്റും വൈ ആയിരിക്കണം. അതിൽ അവസാനിക്കുന്ന വെർബുകൾക്കാണെങ്കിൽ ആ വൈയെ ഐ ആക്കി മാറ്റി ES കൊടുക്കുക. സ്റ്റഡി എന്നുള്ളത് ഡി കോൺസണന്റ് ആണ്, വൈ ആണ് പിന്നെ വന്നിട്ടുള്ളത്. ഇപ്പം DY അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വൈയെ നമുക്ക് ഐ ആക്കി മാറ്റാം. STUDI എന്നിട്ട് ES കൊടുക്കുക. അതുപോലെ ട്രൈ 6ഉം വൈ ആണ് അവസാനം. അപ്പോൾ 6ന് ശേഷം വൈക്ക് പകരം ഐ കൊടുക്കുന്നു, പിന്നീട് ES കൊടുക്കുന്നു. ഇങ്ങനെയാണ് എസും ESഉം ഉപയോഗിക്കേണ്ടത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യം പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണങ്ങൾ. ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 AM. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് 7 മണിക്ക് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ കഴിക്കുന്നു. ഷീ റീഡ്സ് ബുക്സ് എവറി ഈവനിങ്. അവൾ ഓരോ ഈവനിങ്ങിലും പുസ്തകം വായിക്കാറുണ്ട്. ദേ പ്ലേ സോക്കർ ഓൺ വീക്കെൻഡ്സ്. അവർ ഫുട്ബോൾ കളിക്കാറുണ്ട് ഓൺ വീക്കെൻഡ്സ് വാരാന്ത്യങ്ങളിൽ. ഹി വർക്ക്സ് ഇൻ ആൻ ഓഫീസ്. അവൻ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. വി ലീവ് ഇൻ ന്യൂയോർക്ക്. ഞങ്ങൾ ന്യൂയോർക്കിൽ താമസിക്കുന്നു, ജീവിക്കുന്നു. ദ സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്. സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഡോഗ്സ് ബാർക്ക് ലൗഡ്ലി. നായകൾ ഉച്ചത്തിൽ കുരക്കുന്നു. വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുന്നു. ഇനി ഷീ ടീച്ചസ് ഇംഗ്ലീഷ്. അവൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഹി ഡ്രൈവ്സ് എ കാർ. അവനൊരു കാർ ഡ്രൈവ് ചെയ്യുന്നു. ഐ ലൈക്ക് ഐസ്ക്രീം. ഞാൻ ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നു. ദേ വിസിറ്റ് ദെയർ ഗ്രാൻഡ് പാരൻസ് എവ്രി സൺഡേ. അവർ അവരുടെ ഗ്രാൻഡ് പാരൻസിനെ ഓരോ സൺഡേയിലും വിസിറ്റ് ചെയ്യാറുണ്ട്. സാഹചര്യത്തിനനുസരിച്ചാണ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ വെക്കുക. അത് നമുക്ക് മനസ്സിലാവും. ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 8 AM. ട്രെയിൻ 8 മണിക്ക് എത്താറുണ്ട്. ഷീ വേക്സ് അപ്പ് ഏർലി. അവൾ നേരത്തെ എഴുന്നേൽക്കാറുണ്ട്. ഹി എൻജോയ്സ് പ്ലേയിങ് ചെസ്. അവൻ ചെസ് കളിക്കുന്നത് ഇഷ്ടപ്പെടുന്നു, ആസ്വദിക്കുന്നു. വി സെലിബ്രേറ്റ് ക്രിസ്മസ് ഇൻ ഡിസംബർ. ഡിസംബറിൽ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ഇനി നെഗറ്റീവ് സെൻറ്റൻസിനുള്ള ഉദാഹരണങ്ങൾ നോക്കാം. ഐ ഡോണ്ട് ലൈക്ക്
സ്പൈസി ഫുഡ്. ഞാൻ സ്പൈസി ഫുഡ് ഇഷ്ടപ്പെടാറില്ല. അതുപോലെ ഷീ ഡസ് നോട്ട് വാച്ച് ടി വി. അവൾ ടി വി കാണാറില്ല. ദേ ഡോണ്ട് പ്ലേ വീഡിയോ ഗെയിംസ്. അവർ വീഡിയോ ഗെയിംസ് പ്ലേ ചെയ്യാറില്ല. ഹീ ഡസ് നോട്ട് ഡ്രിങ്ക് കോഫി. അവൻ കോഫി കുടിക്കാറില്ല. വി ഡോണ്ട് ഗോ ടു ദി ജിം. ഞങ്ങൾ ജിമ്മിലേക്ക് പോവാറില്ല. ദ സ്റ്റോർ ഡസ് നോട്ട് ഓപ്പൺ ഓൺ സൺഡേസ്. സൺഡേകളിൽ സ്റ്റോർ തുറക്കാറില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ. ഈ ചോദ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഷീ ഡസ് നോട്ട് ഈറ്റ് മീറ്റ്. അവൾ മീറ്റ് കഴിക്കാറില്ല. ദേ ഡോണ്ട് ലീവ് ഹിയർ എനിമോർ. അവർ ഇനി ഇവിടെ ജീവിക്കുന്നില്ല. ഹീ ഡസ് നോട്ട് വർക്ക് ഓൺ വീക്കെൻഡ്സ്. അവൻ വീക്കെൻഡിൽ വർക്ക് ചെയ്യാറില്ല. ഇനി ഇൻട്രോഗേറ്റീവ് സെന്റൻസസ്, ക്വസ്റ്റ്യൻസ് നോക്കാം. ഡു യു ലൈക്ക് പിസ്സ? നിനക്ക് പിസ്സ ഇഷ്ടമാണോ? ഡസ് ഷീ പ്ലേ ദ പിയാനോ? അവൾ പിയാനോ പ്ലേ ചെയ്യാറുണ്ടോ? ഡു ദേ വിസിറ്റ് ദെയർ ഫ്രണ്ട്സ് ഓഫൺ? അവർ അവരുടെ ഫ്രണ്ട്സിനെ ഇടയ്ക്കിടെ വിസിറ്റ് ചെയ്യാറുണ്ടോ? ഓഫൺ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടെ എന്നർത്ഥം. ഡസ് ഹി വർക്ക് ലേറ്റ്? അവൻ ലേറ്റായി വർക്ക് ചെയ്യാറുണ്ടോ? ഡു വി നീഡ് ടു ബ്രിങ് എനിത്തിങ്? നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതായി ആവശ്യമുണ്ടോ? ഡു വി നീഡ്, നമുക്ക് ആവശ്യമുണ്ടോ? ടു ബ്രിങ്, കൊണ്ടുവരാൻ എനിത്തിങ്, എന്തെങ്കിലും, അതായത് നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ എന്നർത്ഥം. ഡസ് ദ ബസ് സ്റ്റോപ്പ് ഹിയർ? ബസ് ഇവിടെ നിർത്താറുണ്ടോ? ഡു യു നോ ദി ആൻസർ? നീ ഉത്തരം നിനക്കറിയുമോ? ഡസ് ഷീ സ്പീക്ക് സ്പാനിഷ്? അവൾ സ്പാനിഷ് സംസാരിക്കാറുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുമോ എന്നർത്ഥം. ഡു ദേ ഹാവ് എ കാർ? അവർക്ക് കാറുണ്ടോ? ഡസ് ഹി ലൈക്ക് ചോക്ലേറ്റ്? അവൻ ചോക്ലേറ്റ് ഇഷ്ടപ്പെടുമോ? ഇനി ജനറൽ ട്രൂത്ത്സ് ആൻഡ് ഫാക്ട്സ് ആണ്, പൊതുവായിട്ടുള്ള സത്യങ്ങൾ, അതിൻ്റെ ഉദാഹരണങ്ങൾ. ദ മൂൺ ഓർബിറ്റ്സ് ദി എർത്ത്. ചന്ദ്രൻ ഭൂമിയെ കറങ്ങുന്നു, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു എന്നർത്ഥം. അതൊരു ജനറൽ ട്രൂത്താണ്, സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ട്രൂത്താണ്. പ്ലാന്റ്സ് നീഡ് സൺലൈറ്റ് ടു ഗ്രോ. സസ്യങ്ങൾക്ക് വളരാൻ സൺലൈറ്റ് ആവശ്യമാണ്, സൂര്യപ്രകാശം ആവശ്യമാണ്. പ്ലാന്റ്സ് നീഡ്. ബേർഡ്സ് ഫ്ലൈ ഇൻ ദി സ്കൈ. പക്ഷികൾ ആകാശത്ത് പറക്കുന്നു. ഐസ് മെൽറ്റ്സ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലാണ് മെൽറ്റ് ചെയ്യുന്നത്, ഉരുകുന്നത്. ഹ്യൂമൻസ് ബ്രീത്ത് ഓക്സിജൻ. മനുഷ്യന്മാർ ഓക്സിജൻ ബ്രീത്ത് ചെയ്യുന്നു, ശ്വസിക്കുന്നു. ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള ട്രൂത്ത്സ് ആണ്. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസന്റ് ആണ് ഉപയോഗിക്കുക. ഇനി ഷെഡ്യൂൾഡ് ഇവൻറ്റ്സ്, എന്തെങ്കിലും ടൈം ടേബിൾ വെച്ച പരിപാടികളൊക്കെ, കൃത്യമായിട്ട് നേരത്തെ തീരുമാനിച്ച് വെച്ച ഫങ്ഷൻസ്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണ് നോക്കുന്നത്. ദ മൂവി സ്റ്റാർട്ട്സ് അറ്റ് 9 PM. മൂവി 9 മണിക്ക് തുടങ്ങുന്നു. ദ ഫ്ലൈറ്റ് ഡിപ്പാർട്ട്സ് അറ്റ് 6 AM. ഫ്ലൈറ്റ് 6 മണിക്ക് പോകുന്നു. ദ മീറ്റിംഗ് ബിഗിൻസ് അറ്റ് 10 AM. മീറ്റിംഗ് 10 മണിക്ക് ആരംഭിക്കുന്നു. ദ കൺസേർട്ട് എൻഡ്സ് അറ്റ് മിഡ്നൈറ്റ്. സംഗീത പരിപാടി അർദ്ധരാത്രിയിൽ അവസാനിക്കുന്നു. ദ ക്ലാസ് സ്റ്റാർട്ട്സ് നെക്സ്റ്റ് വീക്ക്. ക്ലാസ് അടുത്ത ആഴ്ച ആരംഭിക്കുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നുള്ളത് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല. അതിന് ഉപയോഗിക്കേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതുപോലെ സാധാരണ നിലയിൽ ഇതിൻ്റെ കൂടെ അഡ്വേർബ്സ് ഉണ്ടാവും. അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന അഡ്വേർബ്സ്, ആൾവേസ്, യൂഷ്വലി, ഓഫൺ, സംടൈംസ്, റെയർലി, നെവർ, ഇങ്ങനത്തെ അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി ഇത് ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഷീ ഓൾവേസ് ഡ്രിങ്ക്സ് ടീ ഇൻ ദി മോർണിംഗ്. അവൾ എല്ലായ്പ്പോഴും, അതായത് എല്ലാ സമയത്തും രാവിലെ ചായ കുടിക്കാറുണ്ട്. അങ്ങനെ അഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി ഇതിൻ്റെ കൂടെ ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഒരു പ്രസൻറ്റ് സിമ്പിളിൻ്റെ ഉപയോഗവും അതിൻ്റെ ഉദാഹരണങ്ങളും. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് കടക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമുക്കത് വിശദമായിട്ട് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെൻസാണ്. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനർത്ഥം എങ്ങനെയാണ് വരിക? ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അതുപോലെ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് അത് പറയാൻ വേണ്ടിയിട്ടും
ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ വേണ്ടി, ഉദാഹരണത്തിന് ഞാൻ പഠിക്കും, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് ഉദാഹരണങ്ങളിലൂടെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറാണ് പറയുന്നത്. പോസിറ്റീവ് സെൻറ്റൻസ് സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ആം ഈസ് ആർ, ഇതാണ് ഇതിൽ കൊടുക്കേണ്ട ഓക്സിലറി പ്ലസ് വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ബേസ് ഫോമാണ് കൊടുക്കുക. അതിൽ കൂടെ INGയും കൊടുക്കണം പ്ലസ് ഒബ്ജക്റ്റ്. ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചെയ്യുകയാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അർത്ഥം വെക്കാം. ഉദാഹരണം ഷീ ഈസ് റീഡിങ് എ ബുക്ക്, അവളൊരു പുസ്തകം വായിക്കുകയാണ്. അല്ലെങ്കിൽ ഐ ആം റീഡിങ് എ ബുക്ക്, ഞാനൊരു പുസ്തകം വായിക്കുകയാണ്. അല്ലെങ്കിൽ ദേ ആർ റീഡിങ് എ ബുക്ക്, അവർ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ വി ആർ റീഡിങ് എ ബുക്ക്, ഞങ്ങളൊരു പുസ്തകം വായിക്കുകയാണ്. അപ്പോൾ ഈസ് ആർ ആമു എന്നുള്ള 3 സഹായക ക്രിയകളാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഈസ് സിംഗുലറിനോടൊപ്പം ഉപയോഗിക്കും, ആം ഐ എന്നുള്ള സബ്ജക്റ്റിനോട് കൂടെ ഉപയോഗിക്കും, ആർ എന്നുള്ളത് പ്ലൂറലിനോട് കൂടെ ഉപയോഗിക്കും. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക? സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് നോട്ട് പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. നോട്ടും കൂടെ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് കൊടുക്കണം. ഹി ഈസ് നോട്ട് പ്ലേയിങ് ഫുട്ബോൾ, അവൻ ഫുട്ബോൾ കളിക്കുകയല്ല, അവൻ ഇപ്പോൾ ഫുട്ബോൾ കളിക്കുകയല്ല എന്നർത്ഥം. അല്ലെങ്കിൽ ഐ ആം നോട്ട് പ്ലേയിങ് ഫുട്ബോൾ, വി ആർ നോട്ട് പ്ലേയിങ് ഫുട്ബോൾ, ദേ ആർ നോട്ട് പ്ലേയിങ് ഫുട്ബോൾ, അങ്ങനെ ഉദാഹരണം പറയാം. ഇനി ഇതിൻ്റെ ഇൻ്ററഗേറ്റീവ് ആണെങ്കിലോ, ചോദ്യങ്ങൾ ചോദിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം ഫസ്റ്റ് കൊടുക്കുക, ശേഷം സബ്ജക്റ്റ് കൊടുക്കുക, പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്, ഇങ്ങനെ കൊടുക്കുക. ആർ യു വാച്ചിങ് TV, നീ TV കാണുകയാണോ? അല്ലെങ്കിൽ ആർ വി വാച്ചിങ് TV, ഞങ്ങൾ TV കാണുകയാണോ? അല്ലെങ്കിൽ ആം ഐ വാച്ചിങ് TV, ഞാൻ TV കാണുകയാണോ? അല്ലെങ്കിൽ ആർ ദേ വാച്ചിങ് TV, അവർ TV കാണുകയാണോ? ഇങ്ങനെ ആണ് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്ന രൂപങ്ങൾ, അതിൻ്റെ യൂസേജ് കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഒന്ന്, ആക്ഷൻസ് ഹാപ്പനിങ് നൗ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതാണ് ബേസിക്കലായിട്ട് എല്ലാവർക്കും അറിയുന്നത്. ഐ ആം റൈറ്റിംഗ് ആൻ ഇമെയിൽ, ഞാനൊരു ഇമെയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്ന വാക്ക്. ഇനി അതുപോലെ ടെമ്പററി ആക്ഷൻസ്, താൽക്കാലികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. നിലവിൽ താൽക്കാലികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, പക്ഷെ അത് പെർമനൻ്റ് അല്ല, അത് മാറും. ഉദാഹരണത്തിന് ഷീ ഈസ് സ്റ്റേയിങ് വിത്ത് ഹെർ ഫ്രണ്ട് ദിസ് വീക്ക്, അവൾ അവളുടെ ഫ്രണ്ടിനോട് കൂടെ ഈ ആഴ്ച താമസിക്കുകയാണ്, അപ്പോൾ ഈ ആഴ്ച കഴിഞ്ഞാൽ പോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിക്കുക, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക. അതുപോലെ ഫ്യൂച്ചർ പ്ലാൻസ് ഓർ അറേഞ്ച്മെൻറ്റ്സ്, ഭാവിയിലുള്ള പ്ലാനുകൾ അറേഞ്ച്മെൻറ്റുകളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് വി ആർ മീറ്റിംഗ് ഹിം ടുമോറോ, ഞങ്ങൾ അവനെ നാളെ കാണാൻ പോവുകയാണ്. ഇത് സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നല്ല അർത്ഥം, കാണാൻ പോവുകയാണ്. ഫ്യൂച്ചറിലാണ് നടക്കുന്നത്, പക്ഷേ നമ്മൾ പറയുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നാളെ പരീക്ഷ എഴുതുകയാണെന്നുള്ളതിന് ഐ ആം റൈറ്റിംഗ് എക്സാം ടുമോറോ എന്ന് പറയും. ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഇത് പല ആളുകൾക്കും അറിയില്ല. അതുപോലെ ചേഞ്ചിങ് സിറ്റുവേഷൻസ്, മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ. ഉദാഹരണത്തിന് ദ വെദർ ഈസ് ഗെറ്റിംഗ് കോൾഡർ, കാലാവസ്ഥ കോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാറുന്ന സിറ്റുവേഷൻ പറയാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കും. അതുപോലെ ഭയങ്കരമായി ഇറിറ്റേറ്റ് ചെയ്യുന്ന ഹാബിറ്റുകൾ, അത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇതിൻ്റെ കൂടെ ഓൾവേസ് ഉപയോഗിക്കണം. ഉദാഹരണമാണ് ഇറിറ്റേറ്റ്, നമ്മളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഹീ ഈസ് ഓൾവേസ് ഇൻറ്ററപ്റ്റിംഗ് മീ, അവൻ എപ്പോഴും എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാറുണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ING എന്നുള്ളതാണ്. വെർബിനോട് കൂടെ ING ഉപയോഗിക്കും. സാധാരണ ഒരു വെർബ് പറയാൻ പറഞ്ഞാൽ എല്ലാവരും ING കൂട്ടിയിട്ടാണ് പറയുക. അതൊരു തെറ്റായ രൂപമാണ്. വെർബിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ഫസ്റ്റ് രൂപമാണ്. പ്ലേ, ഈറ്റ്, റൈറ്റ്, റൺ, ജമ്പ്, ഇങ്ങനെയൊക്കെ പറയുന്നതാണ് വെർബ് എന്ന് പറഞ്ഞാൽ. പിന്നെ ING കൂട്ടി പറയുന്നതാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ഓക്സിലറീസ് ഉപയോഗിക്കുമ്പോൾ. ഉദാഹരണത്തിന് ഈസ്, ആറ്, ആമ് അതൊക്കെ ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ വാസ്, വേറ്, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രധാനപ്പെട്ട ഓക്സിലറീസ് ഉപയോഗിക്കുമ്പോൾ കൂട്ടി പറയുന്നതാണ് ING. ഈ ING ഉപയോഗിക്കുമ്പോൾ അതിന് റൂളുകളുണ്ട്, എങ്ങനെയാണ് ING ഉപയോഗിക്കേണ്ടതെന്ന്. അതാണ് ഇനി പറയാൻ പോകുന്നത്. സാധാരണ രീതിയിൽ ING എല്ലാത്തിനോടും കൂടെ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് പ്ലേ, പ്ലേയിങ്, ഈറ്റ്, ഈറ്റിംഗ് എന്നൊക്കെ ഉപയോഗിക്കാം. അതുപോലെ
ഈ കൊണ്ട് അവസാനിക്കുന്ന വെർബുകളാണെങ്കിൽ അവിടെ ഈ ഒഴിവാക്കിയിട്ട് ING ഉപയോഗിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് റൈറ്റ് എന്നാകുമ്പോൾ റൈറ്റിൻ്റെ ഈ ഒഴിവാക്കിയിട്ട് ING കൊടുക്കുക. റൈറ്റിംഗ്, ഡാൻസിങ്, അവിടെ അങ്ങനെയാണ് ING ഉപയോഗിക്കാം. ഇനി വെർബുകൾ അവസാനിക്കുന്നു കൺസണൻറ്റ് പ്ലസ് വവ്വല് പ്ലസ് കൺസണൻറ്റ്, ഇങ്ങനെ അവസാനിക്കുന്ന വെർബുകളുണ്ടെങ്കിൽ അവിടെ ലാസ്റ്റ് കൺസണൻറ്റിനെ ഒന്നും കൂടിയും കൊടുക്കുക. ഇപ്പോൾ റൺ, ആർ എന്നുള്ളത് കൺസണൻറ്റ്, പിന്നെ വവ്വല്, പിന്നെ കൺസണൻറ്റ്, CVC എന്ന് പറയും. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്? അവസാനത്തെ കൺസണൻറ്റിനെ ഒന്നുകൂടി കൂട്ടി കൊടുക്കുക. റണ്ണിങ് എന്ന് പറയും, അവിടെ RUNN എന്നിട്ട് ING കൊടുക്കുക. സ്വിമ്മിങ്, ഇതാണ് ഇതിൻ്റെ റൂള്. ഇത് റൂള് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാവും. CVC എന്ന് ഓർത്ത് വെച്ചാൽ മതി. കൺസണൻറ്റ് പ്ലസ് വവ്വല് പ്ലസ് കൺസണൻറ്റ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. കൺസണൻറ്റും വവ്വലൊക്കെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ നേരത്തെ പഠിച്ചു വെച്ചവരായിരിക്കും. AEIOU അതാണ് വവൽസ്, ബാക്കിയുള്ളത് കൺസണൻസും. ഇനി IE അവസാനിക്കുന്ന വെർബുകൾ ഉണ്ടാകും. അവിടെ എന്താണ് ചെയ്യേണ്ടത്? അവിടെ IE എന്നുള്ളതിനെ Y ആക്കി മാറ്റുക, എന്നിട്ട് ING കൊടുക്കുക. ഉദാഹരണത്തിന് LIE എന്നുള്ളതാണെങ്കിൽ ലൈ എന്നാണല്ലോ അത്. അപ്പോൾ IE എന്നുള്ളതിന് പകരം Y കൊടുത്തിട്ട് ING കൊടുക്കുക. അതുപോലെ DIE ആണ്, അവിടെ IE Y ആക്കി മാറ്റി ING കൊടുക്കുക. ഡൈയിങ്, ലൈയിങ്. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യമായിട്ട് പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണങ്ങളാണ് നോക്കുന്നത്. I am reading a book. ഞാനൊരു പുസ്തകം വായിക്കുകയാണ് അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരിക്കുന്നു. She is cooking dinner. അവൾ ഡിന്നർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. They are playing soccer. അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുകയാണ്. He is working on his project. അവൻ്റെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. We are watching a movie. ഞങ്ങൾ മൂവി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The baby is crying loudly. കുട്ടി ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. The birds are singing in the trees. പക്ഷികൾ മരത്തിലിരുന്ന് കരയുകയാണ്. അതുപോലെ she is studying for her exams. അവൾ അവളുടെ പരീക്ഷകൾക്ക് വേണ്ടി പഠിക്കുകയാണ്. He is driving to work. വർക്കിന് വേണ്ടി ഡ്രൈവ് ചെയ്യുകയാണ് അവൻ. അതുപോലെ I am learning Spanish. ഞാൻ സ്പാനിഷ് പഠിക്കുകയാണ്. They are building a new house. അവർ ഒരു പുതിയ വീട് നിർമ്മിക്കുകയാണ്. The teacher is explaining the lesson. ടീച്ചർ പാഠം വിശദീകരിക്കുകയാണ്. She is wearing a red dress. അവൾ ഒരു റെഡ് ഡ്രസ്സ് ധരിക്കുകയാണ്. He is talking on the phone. അവൻ ഫോണിൽ സംസാരിക്കുകയാണ്. ഇനി നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. I am not eating right now. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല. She is not watching TV. അവൾ TV കാണുന്നില്ല. They are not playing outside. അവർ പുറത്ത് കളിക്കുന്നില്ല. He is not working today. അവൻ ഇന്ന് വർക്ക് ചെയ്യുന്നില്ല. We are not going to the party. ഞങ്ങൾ പാർട്ടിക്ക് പോകുന്നില്ല. The dog is not barking. നായ കുരക്കുന്നില്ല. I am not feeling well. എനിക്ക് വലിയ സുഖമില്ല. She is not wearing a jacket. അവൾ ഒരു ജാക്കറ്റ് ധരിക്കുന്നില്ല. They are not listening to music. അവർ പാട്ട് കേൾക്കുന്നില്ല. He is not sleeping at the moment. അവൻ ഇപ്പോൾ ഉറങ്ങുന്നില്ല. At the moment എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഈ നിമിഷം എന്നർത്ഥം. ഇനി ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണങ്ങളാണ്, ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. Are you listening to me? നീ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, കേൾക്കുകയാണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. Is she cooking dinner? അവൾ ഡിന്നർ കുക്ക് ചെയ്യുകയാണോ? Are they playing chess? അവർ ചെസ്സ് കളിക്കുകയാണോ? Is he working late night? അവൻ ഇന്ന് രാത്രി ലേറ്റായിട്ട് വർക്ക് ചെയ്യുകയാണോ? Are we meeting them tomorrow? നമ്മളവരെ നാളെ കാണുന്നുണ്ടോ? Is the baby sleeping? ബേബി ഉറങ്ങുകയാണോ? Are you enjoying the party? നീ പാർട്ടി എൻജോയ് ചെയ്യുകയാണോ? Is she studying for the test? അവൾ ടെസ്റ്റിന് വേണ്ടി പഠിക്കുകയാണോ? Are they building a new bridge? അവർ ഒരു പുതിയ പാലം നിർമ്മിക്കുകയാണോ? Is he waiting for the bus? അവൻ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണോ? അതുപോലെ ഫ്യൂച്ചർ പ്ലാൻസ്, അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളാണ്. I am visiting my ഗ്രാൻഡ് പാരൻസ് നെക്സ്റ്റ് വീക്ക്. ഞാൻ എൻ്റെ ഗ്രാൻഡ് പാരൻസിന് അടുത്ത ആഴ്ച
വിസിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വിസിറ്റ് ചെയ്യും എന്നർത്ഥം. ഷീ ഈസ് ഫ്ലൈ ടു പാരീസ് ടുമോറോ. അവൾ നാളെ പാരീസിലേക്ക് പോകുകയാണ്, പോകും എന്നർത്ഥം. ദേ ആർ അറ്റൻഡിങ് എ കൺസേർട്ട് ഓൺ സൺഡേ. അവർ സാറ്റർഡേ ഒരു മ്യൂസിക് കച്ചേരിയിൽ പങ്കെടുക്കും. അർത്ഥം അങ്ങനെയാണെങ്കിലും ഉദാഹരണം ഇങ്ങനെയാണ് പറയാം. ഹീ ഈസ് സ്റ്റാർട്ടിങ് എ ന്യൂ ജോബ് നെക്സ്റ്റ് മന്ത്. അവൻ അടുത്ത മാസം ഒരു പുതിയ ജോലി ആരംഭിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കും എന്നർത്ഥം. വി ആർ ഹാവിങ് എ പാർട്ടി ദിസ് വീക്ക്. ഞങ്ങൾ ഈ ആഴ്ച ഈ വീക്കെൻഡിൽ ഒരു പാർട്ടി നടത്തും എന്നർത്ഥം. ഇനി മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉദാഹരണങ്ങളാണ്. ദ വെദർ ഈസ് ഗെറ്റിംഗ് കോൾഡർ. വെദർ കോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അതായത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദ ലീവ്സ് ആർ ടേണിങ് യെല്ലോ. ഇലകൾ മഞ്ഞയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദ പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ് റാപ്പിഡ്ലി. ജനസംഖ്യ വേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെക്നോളജി ഈസ് അഡ്വാൻസിങ് എവറി ഡേ. ടെക്നോളജി ഓരോ ദിവസവും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ഇംപ്രൂവിങ് ഹെർ ഇംഗ്ലീഷ് സ്കിൽസ്. അവളുടെ ഇംഗ്ലീഷ് സ്കിൽസ് മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ചേഞ്ചിങ് സിറ്റുവേഷൻസിനുള്ള ഉദാഹരണങ്ങൾ. ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നുള്ളത് സ്ഥിരമായിട്ടുള്ള സിറ്റുവേഷൻസ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല. അതിന് നമ്മൾ സിമ്പിൾ പ്രസൻ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ നൗ, അറ്റ് ദി മോമെൻറ്റ്, കറൻ്റ്ലി, ടുഡേ, ദിസ് വീക്ക്, ഇങ്ങനെയുള്ള ടൈം എക്സ്പ്രഷൻസ് ഉണ്ട്. ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ കൂടെ ഉപയോഗിക്കും. ഉദാഹരണത്തിന് ഷീ ഈസ് കറൻ്റ്ലി വർക്കിംഗ് ഓൺ എ ന്യൂ പ്രോജക്റ്റ്. അവളിപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ ടൈം എക്സ്പ്രഷൻസ് ഉണ്ടാവും, അതൊക്കെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ വിശദമായ ഉദാഹരണങ്ങൾ സഹിതമുള്ള പഠനം നോക്കാം. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സംസാരിക്കുന്നതിൻ്റെ അല്പം മുമ്പ് നടന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അത് നമുക്ക് എക്സ്പീരിയൻസ് ആവാം, എന്തെങ്കിലും ചേഞ്ചുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ, അതൊക്കെ നടന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് കുറച്ച് മുമ്പ് നടന്ന കാര്യങ്ങൾ, അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോഴും ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇതിൻ്റെ അർത്ഥം വരുന്നത് ചെയ്തിട്ടുണ്ട് എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ വരുന്നത് സബ്ജക്റ്റ് ആദ്യം കൊടുക്കുക, അതിനുശേഷം ഹാസ്, ഹാവ്. സിംഗുലറിന് ഹാസ് കൊടുക്കും, പ്ലൂറലിന് ഹാവും കൊടുക്കും. ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3 എന്ന് പറയുന്ന രൂപം കൊടുക്കും. വെർബിൻ്റെ ശേഷം ഒബ്ജക്റ്റ് കൊടുക്കും. ചെയ്തിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ് വരിക. അപ്പോൾ ഷീ ഹാസ് ഈറ്റൺ ലഞ്ച്. അവൾ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. വെർബ് 3 ആണ് ഇവിടെ ഉപയോഗിക്കുക. ദേ ഹാവ് ഈറ്റൺ ലഞ്ച്. അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ലഞ്ച് കഴിച്ചിട്ടുണ്ട്. ദേ ഹാവ് ഈറ്റൺ ഡിന്നർ. അവർ ഡിന്നർ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയാം. അതുപോലെ നെഗറ്റീവ് ആകുമ്പോൾ അതിന് നോട്ട് കൂടുതലായിട്ട് വരും. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് നോട്ട് പ്ലസ് വെർബ് 3 പ്ലസ് ഒബ്ജക്റ്റ്. ദേ ഹാവ് നോട്ട് ഫിനിഷ്ഡ് ദർ ഹോംവർക്ക്. അവരുടെ ഹോംവർക്ക് അവർ തീർത്തിട്ടില്ല. ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടില്ല, ഈ രൂപത്തിലാണ് അർത്ഥം വരിക. ഇനി ക്വസ്റ്റ്യൻ രൂപത്തിലേക്ക് വരുമ്പോൾ ഹാസ്, ഹാവ് ആദ്യം കൊടുക്കുന്നു, പിന്നീട് സബ്ജക്റ്റ്, പിന്നീട് വെർബ് 3, പിന്നീട് ഒബ്ജക്റ്റ്. ഹാവ് യു വിസിറ്റഡ് പാരീസ്? നീ പാരീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇതിൻ്റെ കൃത്യമായിട്ടുള്ള യൂസേജ് എങ്ങനെയൊക്കെയാണെന്ന് വിശദമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തേത് അൺസ്പെസിഫൈഡ് ടൈം ബിഫോർ നൗ. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്നതിന് മുമ്പ് ഒരു അനിശ്ചിതമായ സമയത്ത്, അത് അതിൻ്റെ ടൈം സ്പെസിഫിക് അല്ല, അങ്ങനത്തത്. ഉദാഹരണത്തിന് ഐ ഹാവ് റെഡ് ദിസ് ബുക്ക്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ല, ഇതിൻ്റെ കുറച്ച് മുന്നേ. അത് എപ്പോഴാണെന്നുള്ളത് നമ്മളിവിടെ പരാമർശിക്കുന്നില്ല. അങ്ങനത്തെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതുപോലെ എക്സ്പീരിയൻസ്, നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ ജീവിതാനുഭവങ്ങൾ എന്നാണ് സംഭവിച്ചതെന്ന് പറയാതെ പറയാം. ഉദാഹരണത്തിന് ഷീ ഹാസ് ട്രാവൽഡ് ടു ജപ്പാൻ. അവൾ ജപ്പാനിലേക്ക് പോയിട്ടുണ്ട്. നമ്മുടെ ഒരു അനുഭവമാണ്. അത് എപ്പോഴാണ് സംഭവിച്ചതെന്ന് നമ്മൾ പറയണില്ല, അത് നമ്മളിവിടെ വ്യക്തമാക്കുന്നില്ല. അതുപോലെ ചേഞ്ചസ് ഓവർ ടൈം. ഒരു പീരിയഡിന് മുമ്പായിട്ട് സംഭവിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയാം. ടെക്നോളജി ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. ടെക്നോളജി ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണെന്നൊന്നും നമ്മൾ പരാമർശിക്കുന്നില്ല. ഇത്ര കാലത്തിനുള്ളിൽ, ഇത്ര പീരിയഡിനുള്ളിൽ സംഭവിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് പറയാം.
അതുപോലെ അക്കംപ്ലിഷ്മെൻറ്റ്സ്, എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിച്ച കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്. ആ ടൈം വിശദീകരിക്കൂല, ഇതിലൊന്നും ടൈം വിശദീകരിക്കൂല. സയൻറ്റിസ്റ്റ് ഹാവ് ഡിസ്കവേർഡ് എ ന്യൂ പ്ലാനറ്റ്, ശാസ്ത്രജ്ഞർ ഒരു പുതിയ പ്ലാനറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ആ ടൈം എന്താ പറയുക, അത് പറയില്ല, സ്പെസിഫിക് ടൈം ഇവിടെ പരാമർശിക്കൂല. അതുപോലെ അൺഫിനിഷ്ഡ് ആക്ഷൻസ്, നേരത്തെ തുടങ്ങി വെച്ച വർക്കാണ്, അത് തീർന്നിട്ടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും. ഐ ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 5 years, ഞാൻ 5 വർഷത്തോളം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർന്നോ എന്നുള്ളത് നമ്മൾ പറയണില്ല. ഓക്കെ. അതുപോലെ മൾട്ടിപ്പിൾ ആക്ഷൻസ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്, വ്യത്യസ്ത സമയങ്ങളിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒന്നിലധികം പ്രവർത്തനങ്ങൾ. ഉദാഹരണം പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അത് വേണമെങ്കിൽ വീണ്ടും സംഭവിക്കാം, അതിന് വേണ്ടിയിട്ടാണിത് പറയുന്നത്. വി ഹാവ് സീൻ ദാറ്റ് മൂവി 3 times, നമ്മൾ ആ മൂവി 3 തവണ കണ്ടിട്ടുണ്ട്. മൾട്ടിപ്പിൾ ആക്ഷൻസ് ആണ്, ഇനിയും കാണാം, ഒരു സാധ്യതയും കൂടി അതിലുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഉദാഹരണങ്ങൾ നോക്കാം. ആദ്യമായിട്ട് പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണങ്ങൾ. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഷീ ഹാസ് വിസിറ്റഡ് പാരീസ്, അവൾ പാരീസ് സന്ദർശിച്ചിട്ടുണ്ട്. ദേ ഹാവ് ഈറ്റൺ ഡിന്നർ, അവർ ഡിന്നർ കഴിച്ചിട്ടുണ്ട്. ഹി ഹാസ് റിട്ടൺ എ ബുക്ക്, അവനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. വി ഹാവ് സീൻ ദാറ്റ് മൂവി, ആ മൂവി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ദ ട്രെയിൻ ഹാസ് അറൈവ്ഡ്, ട്രെയിൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഐ ഹാവ് ലോസ്റ്റ് മൈ കീസ്, എനിക്കെൻ്റെ ചാവികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷീ ഹാസ് ലേൺഡ് സ്പാനിഷ്, അവൾ സ്പാനിഷ് പഠിച്ചിട്ടുണ്ട്. ദേ ഹാവ് മൂവ്ഡ് ടു എ ന്യൂ ഹൗസ്, അവർ ഒരു പുതിയ വീട്ടിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് ബ്രോക്കൺ ദി വെയ്സ്, അവൻ വെയ്സ് പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ വി ഹാവ് കംപ്ലീറ്റഡ് ദി പ്രോജക്റ്റ്, ഞങ്ങൾ പ്രോജക്റ്റ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഐ ഹാവ് റെഡ് ദിസ് നോവൽ, ഞാൻ ഈ നോവൽ വായിച്ചിട്ടുണ്ട്. ഷി ഹാസ് ബോട്ട് എ ന്യൂ കാർ, അവൾ ഒരു പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട്. ദേ ഹാവ് വൺ ദി മാച്ച്, അവർ മാച്ച് വിജയിച്ചിട്ടുണ്ട്. ഹി ഹാസ് സ്റ്റാർട്ടഡ് എ ന്യൂ ജോബ്, അവനൊരു പുതിയ ജോബ് തുടങ്ങിയിട്ടുണ്ട്. വി ഹാവ് മെറ്റ് ബിഫോർ, നമ്മൾ മുമ്പ് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഐ ഹാവ് ക്ലീൻഡ് ദി റൂം, ഞാൻ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഷി ഹാസ് കുക്ക്ഡ് ഡിന്നർ, അവൾ ഡിന്നർ കുക്ക് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് പ്ലാന്റ്ഡ് ട്രീസ്, അവർ ട്രീസ് നട്ടിട്ടുണ്ട്, മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഹി ഹാസ് ഫിക്സ്ഡ് ദി കമ്പ്യൂട്ടർ, അവൻ കമ്പ്യൂട്ടർ നന്നാക്കിയിട്ടുണ്ട്. ഇനി നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണങ്ങൾ. ഐ ഹാവ് നോട്ട് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, ഞാൻ എൻ്റെ ഹോംവർക്ക് കഴിച്ചിട്ടില്ല, ഫിനിഷ് ചെയ്തിട്ടില്ല, തീർത്തിട്ടില്ല അർത്ഥം. ഷീ ഹാസ് നോട്ട് വിസിറ്റഡ് പാരീസ്, അവൾ പാരീസ് വിസിറ്റ് ചെയ്തിട്ടില്ല. ദേ ഹാവ് നോട്ട് ഈറ്റൺ ഡിന്നർ, അവർ ഈ ഡിന്നർ കഴിച്ചിട്ടില്ല. ഹി ഹാസ് നോട്ട് റിട്ടൺ എ ബുക്ക്, അവൻ ഒരു പുസ്തകം എഴുതിയിട്ടില്ല. വി ഹാവ് നോട്ട് സീൻ ദാറ്റ് മൂവി, നമ്മൾ ആ മൂവി കണ്ടിട്ടില്ല. ദ ട്രെയിൻ ഹാസ് നോട്ട് അറൈവ്ഡ്, ട്രെയിന് എത്തിയിട്ടില്ല. ഐ ഹാവ് നോട്ട് ലോസ്റ്റ് മൈ കീസ്, എനിക്കെൻ്റെ ചാവികൾ നഷ്ടപ്പെട്ടിട്ടില്ല. ഷീ ഹാസ് നോട്ട് ലേൺഡ് സ്പാനിഷ്, അവൾ സ്പാനിഷ് പഠിച്ചിട്ടില്ല. ദേ ഹാവ് നോട്ട് മൂവ്ഡ് ടു എ ന്യൂ ഹൗസ്, അവർ ഒരു പുതിയ വീട്ടിലേക്ക് മാറിയിട്ടില്ല. ഹി ഹാസ് നോട്ട് ബ്രോക്കൺ ദ വെയ്സ്, അവൻ വെയ്സ് പൊട്ടിച്ചിട്ടില്ല. ഇനി ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസിൻ്റെ ഉദാഹരണങ്ങളാണ്, ചോദ്യങ്ങൾ. ഹാവ് യു ഫിനിഷ്ഡ് യുവർ ഹോംവർക്ക്, നീ നിൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടോ? ഹാസ് ഷീ വിസിറ്റഡ് പാരീസ്, അവൾ പാരീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഹാവ് ദേ ഈറ്റൺ ഡിന്നർ, അവർ ഡിന്നർ കഴിച്ചിട്ടുണ്ടോ? ഹാസ് ഹീ റിട്ടൺ എ ബുക്ക്, അവനൊരു പുസ്തകം എഴുതിയിട്ടുണ്ടോ? ഹാവ് വി സീൻ ദാറ്റ് മൂവി, നമ്മൾ ആ മൂവി കണ്ടിട്ടുണ്ടോ? ഹാസ് ദ ട്രെയിൻ അറൈവ്ഡ്, ട്രെയിൻ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഹാവ് യു ലോസ്റ്റ് യുവർ കീസ്, നിനക്ക് നിൻ്റെ ചാവികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഹാസ് ഷീ ലേൺഡ് സ്പാനിഷ്, അവൾ സ്പാനിഷ് പഠിച്ചിട്ടുണ്ടോ? ഹാവ് ദേ മൂവ്ഡ് ടു എ ന്യൂ ഹൗസ്, അവർ ഒരു പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടോ? ഹാസ് ഹീ ബ്രോക്കൺ ദി വെയ്സ്, അവൻ വെയ്സ് പൊട്ടിച്ചിട്ടുണ്ടോ? ഇനി എക്സ്പീരിയൻസസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ്, അത് പറയാൻ വേണ്ടിയിട്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുമല്ലോ.
അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഐ ഹാവ് നെവർ ബീൻ ടു ഓസ്ട്രേലിയ. ഞാൻ ഒരിക്കലും ഓസ്ട്രേലിയക്ക് പോയിട്ടില്ല. ഷീ ഹാസ് വൺ സെവറൽ അവാർഡ്സ്. അവൾ വ്യത്യസ്തമായ അവാർഡുകൾ നേടിയിട്ടുണ്ട്. അച്ചീവ്മെൻ്റ് ആണ്. ദേ ഹാവ് ക്ലെയിംഡ് മൗണ്ട് എവറസ്റ്റ്. അവർ മൗണ്ട് എവറസ്റ്റ് കയറിയിട്ടുണ്ട്. ഹീ ഹാസ് റിട്ടൺ 3 നോവൽസ്. അവൻ 3 നോവലുകൾ എഴുതിയിട്ടുണ്ട്. വി ഹാവ് ട്രാവൽഡ് ടു ഓവർ 10 കൺട്രീസ്. 10ഓളം രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. ഇനി അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ആക്ഷൻസ്, തീരാത്ത ആക്ഷൻസ് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതിൻ്റെ അർത്ഥങ്ങൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ സംഭവം ഒന്ന് തന്നെയാണ്. ഐ ഹാവ് ലീവ്ഡ് ഹിയർ 10 ഇയേഴ്സ് ഫോർ 10 ഇയേഴ്സ്. ഞാൻ 10 വർഷത്തോളം ഇവിടെ ജീവിച്ചിട്ടുണ്ട്. അതുപോലെ ഷീ ഹാസ് വർക്ക്ഡ് ഹിയർ സിൻസ് 2015. 2015 മുതൽ അവൾ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് നോൺ ഈച്ച് അതർ ഫോർ ഏജസ്. വർഷങ്ങളായിട്ട് അവർ പരസ്പരം അറിയാം. ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ പരസ്പരം എന്നർത്ഥം. ഹീ ഹാസ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് ഫോർ 5 ഇയേഴ്സ്, 5 വർഷത്തോളം. വി ഹാവ് വെയിറ്റഡ് ഫോർ അവേഴ്സ്. ഞങ്ങൾ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ ഉദാഹരണങ്ങൾ, അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, ഇവയാണ് ഈ ഡേ 3യിൽ പഠിക്കേണ്ടുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ ചാലഞ്ച് നോക്കാം. ഇത്രയും ഭാഗങ്ങളാണെന്ന് പഠിക്കാനുള്ളത്. ഇതുവരെ പഠിച്ചിട്ടുള്ള സിമ്പിള്, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, ഇതിൽ ഓരോന്നിലും ഓരോ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അത് നന്നായി ഉച്ചത്തിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. അത് നിങ്ങളെ എഴുതിയതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നമുക്ക് അടുത്ത ചാപ്റ്ററിൽ മറ്റൊരു വ്യത്യസ്തമായ അധ്യായവുമായി കണ്ടുമുട്ടാം. താങ്ക് യു.